നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി CBSE ICSE ക്ലാസ് 8ൻ്റെ 2025 എക്സാം ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ 4 പേജ് വരെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. റോമത്തെ 7 വരെയാണ്. അടുത്ത് വരുന്നത് 7ൻ്റെ ബാക്കിയാണ്. 5ാമത്തെ പേജ്. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. 9ാമത്തേത് ഊദം മച്ചാന എന്ന് വെച്ചാൽ ശരാരത്തെയും കർണ. खून पसीना एक करना, बहुत अधिक परिश्रम करना. कान खड़े होना, सतर्क रहना. काम तमाम करना, मार डालना. 9-2-11 होना, भाग जाना. ताक में रहना, अवसर की प्रतीक्षा करना. हाथ फैलना, भीख मांगना. दुम दबाकर भागना, डर कर भाग जाना. खून का प्यासा, जान का दुश्मन. आस्तीन का कांब, कबड्डी मित्र. खाव पर नमक छिड़कना, दुखी को और दुख पहुँचना. അപ്പോൾ അതിന് മുമ്പത്തത് വായിച്ചായിരുന്നു. അതായത് ഘാട്ട് ബാധിച്ച യാദ് രഖന, ഓർക്കുക. ആങ്കോങ്ക താര ബഹുത്ത് പ്യാര, വളരെയധികം പ്രിയപ്പെട്ടത്. അന്തേകി ലക്കടി, ഏകമാത്ര സഹാര, ഏകസഹായം. ആങ്കോമി ധൂൽ ചോങ്കിന, ദോഖാദേന, ചതിക്കുക. നീവിടാന, ആരംഭകർണ, ആരംഭം കുറിക്കുക. അതാണ് അതിൻ്റെ മുഹാവര, അർത്ഥമാണ് ഇത്. സിർ പർ ആന, ബഹുത്ത് സമീപ് ആജാന, വളരെ അടുത്ത് വരിക. ഠങ്ക് രഹിജാന, ചകിത് ഹോജാന, അത്ഭുതപ്പെടുക. ലോഹേക്ക ഛനെ ചബാന, കഠിന കാമ കർണ. ഊതം മച്ചാന വെച്ചാൽ ശരാരത്തെയും കർണ, ബഹളമുണ്ടാക്കുക, കുസൃതി കാണിക്കുക എന്നൊക്കെ പറയാം. കൂൻ പസീന ഏക്ക് കർണ, ബഹുത്ത് അധികം പരിശ്രമം കർണ, ഒരുപാട് പരിശ്രമിക്കുക. കാൻ കടേ ഹോന, സതർക്ക് രഹന, നല്ല ജാഗ്രതരായി ഇരിക്കുക. കാം തമാം കർണ, മാർ ഡാൽന, കൊല്ലുക. 9-11 ഹോന, ഭാഗ് ജാന, ഓടി രക്ഷപ്പെടുക. താക്കുമേ രഹന, അവസർക്കി പ്രതീക്ഷ കർണ, അവസരം കാത്ത് നിൽക്കുക. ഹാത്ത് ഫൈൽന, ഫീക്ക് മാങ്ങന, കൈ യാചിക്കാതെ കൈ നീട്ടുക. ദും ദബാക്കർ ഭാഗന, ഡർക്കർ ഭാഗ് ജാന, പേടിച്ചോടുക. കൂൺ കാ പ്യാസ, ജാൻ കാ ദുഷ്മൻ, നമ്മുടെ ശത്രു, ജീവനിലെ ശത്രു, അതായത് ഭയങ്കര ശത്രു എന്നുള്ള, ജീവന് വരെ അപകടം വരുന്ന ഒരു ഇത്. ആസ്തീൻ കാ കാമ്പ്, കബഡി മിത്ര, കപടനായ സുഹൃത്ത്. കാവ് പർ നമുക്ക് ചിടക്കിന, ദുഃഖിക്കോ ഓർ ദുഃഖി പൗഞ്ചാന, ദുഃഖിതനെ കുറെ കൂടെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മുഹാവര. അപ്പോൾ ഓരോന്നും നന്നായിട്ട് പഠിച്ചു പോകുക കേട്ടോ. അടുത്ത 8ാമത്തേത് ഓപ്പോസിറ്റാണ്. ഉന്നതി അവന്നതി, ഉയർച്ചയും താഴ്ചയും. ആദ്യം ഒരു സൈഡ് വായിക്കാം. സമ്മാന് അപമാന്, സജ്ജൻ ദുർജൻ, അപ്പന പരായ, ദോസ്ത് ദുഷ്മൻ, ആയ് വേയ്, സത്യ അസത്യ, ഗുപ്ത് പ്രകട്, ഉദാൻ പതൻ, ഇച്ഛ അനിച്ഛ. അപ്പോൾ ഉന്നതി എന്ന് വെച്ചാൽ അവന്നതി, ഉയർച്ചയും താഴ്ചയും. സമ്മാൻ അപമാന്, അതായത് ആദരിക്കുക അപമാനിക്കുക. സജ്ജൻ ദുർജൻ, നല്ലതും ചീത്തയും. അപ്പന പരായ, സ്വന്തം അന്യ. ദോസ്ത് ദുഷ്മൻ, സുഹൃത്തും ശത്രുവും. ആയ് വേയ്, വരവും ചെലവും. സത്യ അസത്യ, സത്യവും അസത്യവും. ഗുപ്ത് പ്രകട്, ഗുപ്തർജുന പ്രകടം. ഉദാൻ പതനം, ഉയർച്ചയും താഴ്ചയും. ഇച്ഛ അനിച്ഛ, നല്ലതും അഴുക്കയും. അപവയ് മിതവയ്, ശോക് ഹർഷ്. ന്യായ് അന്യായ്, കഠോർ കോമൾ. അനുകൂൽ പ്രതികൂൽ. ആസ്തിക് നാസ്തിക്, പ്രത്യക്ഷ പരോക്ഷ. ഖരീദിന ബേച്ചിന, സുവിധ അസുവിധ. ആദാൻ പ്രദാൻ. അതൊക്കെ വായിച്ച് പഠിക്കുക കേട്ടോ. എല്ലാത്തിൻ്റെ അർത്ഥം പറഞ്ഞു പോകണ്ട, കാരണം നമുക്ക് എല്ലാവരും പഠിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വായിച്ചങ്ങ് പോവുക. അടുത്ത് കുടുസവാർ, ഘോടേപ്പർ സവാർ. കുടുസവാർ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നതാണ് കുടുസവാർ എന്നുള്ളത്. അപ്പോൾ അത് വിഗ്രഹിച്ച് എഴുതുമ്പോൾ ഏത് സമാസം വരുന്ന തത്പുരുഷ് സമാസം. രസോയിഗർ, രസോയിക്കേലിയഗർ, അടുക്കള, തത്പുരുഷ സമാസ്. മഹാത്മാ, മഹാൻ ഹേ ജോ ആത്മാ, കർമ്മധാരണ സമാസ്. മാതാപിതാ, മാതാ ഓർ പിതാ, ദ്വന്ദ് സമാസ്, അച്ഛനും അമ്മയും. യഥാ നിയമം, നിയമത്തെ അനുസാർ, നിയമത്തിനനുസരിച്ച്. അവയവി ഭാവ സമാസ്. ദാനവീർ, ദാൻമീം വീർ, ദാനത്തിൽ വീരൻ, തത്പുരുഷ സമാസ്. നീലകണ്ഠ്, നീലാഹേ കണ്ഠ് ജിസ്ക, ശിവജി, ബഹുബ്രീഹി സമാസ്. रोगग्रस्त, रोग से ग्रस्त, तत्पुरुष समास. अष्टग्रह, 8 ग्रहों का समूह, द्विगु समास. അടുത്ത പേജാണ് 6ാമത്തേത്. आप बीती
आप पर बीत तत्पुरुष। दशानन दशहे आनन जिसके रावण बहुब्रीहि समास। विद्याधन विद्यारूपी धन कर्मधारण समास। कमल नयन कमल के समान नयन कर्मधारण समास। राजपुत्र राजा का पुत्र तत्पुरुष समास। त्रिभुज तीन भुजों का समूह द्विगु समास। अन्न जल अन्न और जल द्वंद्व समास। गगन चुंबी गगन को चुमने वाला तत्पुरुष समास। निशाचर निशा में विचरण करने वाला ബഹുബ്രീഹി സമാസ്. അടുത്ത് തെറ്റ് തിരുത്താനാണ്. അപ്പോൾ നമുക്ക് ആൻസർ വായിച്ചു പോവാം, അല്ലെങ്കിൽ വലിയ കൺഫ്യൂഷനാണ്. യഹ് സാമാൻ മേരാ ഹേ, ഇതെൻ്റെ വസ്തുവാണ്. പാർക്ക് മേ ലഡ്കെ ഖേൽ രഹേ ഹേ, പാർക്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. മുझे ജാനാ ഹേ, എനിക്ക് പോണം. മുझे ഗേന്ദ് കി ഏക് മാല ചാഹിയേ, എനിക്ക് ജമന്തിയുടെ ഒരു മാല വേണം. ഗേന്ദേക്ക്. ബച്ച ഛത്ത് സേ ഗിർ പട, കുട്ടി തിട്ടേ നിന്ന് വീണു. മുझे പിതാജീനെ ഡാണ്ട, എന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞു. തുമ്നെ ഫൈംസ് കോ ഗരം ദൂത്ത് പിയ, തുമ്നെ ഫൈംസ് കാ ഗരം ദൂത്ത് പിയ, നീ എരുമപ്പാല് ചൂട് എരുമപ്പാല് കുടിച്ചോ. മുझे കേവൽ 10 രൂപയെ ചാഹിയേ, എനിക്ക് കേവലം 10 രൂപ വേണം. സീതാനെ ഗീത് ഗായ, സീത പാട്ട് പഠിച്ചു. 10ാമത്തത് ഫൽ കാട്ട്കർ ബച്ചെ കോ ഖിലാവോ, പഴം മുറിച്ച് കുഞ്ഞിന് കൊടുക്കുക. തുമ്നെ ലഡായി ക്യൂം കി, നീ എന്തിനാണ് വഴക്കുണ്ടാക്കിയത്. രാം കോ ദില്ലി ജാനാ ഹെ, രാമന് ഡൽഹിയിൽ പോകണം. മഹിളായെ ആപസ് മേ ലഡ് രഹി ഹെ, സ്ത്രീകൾ പരസ്പരം കൂടിക്കൊണ്ടിരിക്കുന്നു. മുജ്കോ പരേഷാൻ മത്ത് കരോ, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പേടോ പർ ഫൽ കം ഹെ, വൃക്ഷത്തിൽ പഴങ്ങൾ കുറവാണ്. ഹവാ ബഹുത്ത് ടണ്ടി ഹെ, കാറ്റ് നല്ല തണുപ്പാണ്. വഹ് കാശി സെ വാപ്പസ് ആയ, അവ കാശിയിൽ നിന്ന് തിരിച്ചു വന്നു. മേരി മാം ഗുണവതി ഹെ, എൻ്റെ അമ്മ നല്ല ഗുണവതിയാണ്. ജഡ്ജിനെ കൂനി കോ മൃത്യുദണ്ഡ് ദിയ, ജഡ്ജി കൊലയാളിക്ക് മരണശിക്ഷ വിധിച്ചു. അപ്പോൾ അതാണ് തെറ്റ് തിരുത്താവുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കിയാൽ മതി. യഹ് സാമാൻ മേരേ എന്നല്ല പറ, മേരാഹെ, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസാണ്. അത് കറക്റ്റായിട്ട് നോക്കി പഠിച്ചാൽ മതി. അടുത്ത വാക്യാംശിക്കയിലെ ഏക്ക് ശബ്ദ്. ജോ കം ഖർച്ച് കർത്താ ഹോ മിതവയി, കുറച്ച് ചിലവാക്കുന്നത് മിതവയി. ജീനേക്ക് ഇച്ഛ ജി വിഷ, ജീവിക്കാനുള്ള ഇഷ്ടം ആഗ്രഹം ജി വിഷ. ജോ ഖാനേ യോഗ്യ, കഴിക്കാൻ യോഗ്യമുള്ളത് ഖാദ്യ. കഹീന മർണേ വാല അമർ, ഒരിക്കലും മരിക്കാത്തത് അമർ. ഫൽ കാക്ക രഹ്നെ വാല ഫലാഹാരി, പഴം മാത്രം കഴിച്ച് ജീവിക്കുന്നുവെന്ന് ഫലാഹാരി എന്നാണ് പറയുന്നത്. ബഡാഭായി അഗ്രജ്, മൂത്ത സഹോദരൻ അഗ്രജ്. ജിസ്മേ ബൽനാ ഹോ നിർബൽ, ബലമില്ലാത്തത് നിർബൽ. ശക്തിക്ക് അനുസർ യഥാശക്തി, ശക്തിക്കനുസരിച്ച് യഥാശക്തി. ജോ ദൂർ കി സോച്ച്, ദൂരെ ചിന്തിക്കുന്നത് ദൂർദർശി. ജിസ്കാ ആകാർ ഹോ സാഗാർ. ബുര ആചരണ കർണേ വാല ദുരാചാരി. ഊപ്പർ കഹാ ഹുവ ഉപയുക്ത്. जिसकी पत्नी मर गई हो विदुर. जो दिखाई ना दे अदृश्य. जो व्याकरण का नाद हो വൈയാകരണ. ഇതൊക്കെ ഇതിനൊക്കെ 2 വീതം ചോദിക്കുള്ളൂ. 2-3 ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. ഓക്കെ. അടുത്ത് ദോ ഭിന്നാർത്ഥ ശബ്ദ ലിഖിയ, 2 അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ. അർത്ഥ് ധന് മത്ലബ്. ഈ സൈഡിൽ നിന്ന് വായിക്കാമേ. ഉത്തർ ജവാബ് ഉത്തർ ദിശ. ताल तालाब संगीत का ताल. अर्थ धन उद्देश्य. तीर बाण किनारा. आम साधारण एक बल. काम कामदेव कार्य. कर हाथ करना. पत्र चिट्ठी पत्ता. അടുത്ത लाल रंग पुत्र. कनक गेहूं सोना. कुल सब वंश. डाल डालना शाखा. दल समूह पत्ता. अक्षर ईश्वर वर्ण. അടുത്ത ഭാവവാച സംജ്ഞയാണ്. ഗുരു ഗുരുത്വ അല്ലെങ്കിൽ ഗുരുത്വ എന്നൊക്കെ പറയാം. ഗരീബ് ഗരീബി. പഠന പഠായി. സജാന സജാവട്ട്. ഉദാർ ഉദാരത. മീട്ടി മീട്ടാസ്. ഖബരാന ഖബരാഹട്ട്. കുശൽ കുശലത. ജവാൻ ജവാനി. ദുഷ്ട ദുഷ്ടത. ആലസി ആലസ്യ. ഗരം ഗർമി. ബൂഠ ബൂട്ടാപ്പ. ചതുർ ചതുരായി. പശു പശുത. അടുത്ത 8ാമത്തെ പേജാണ് വരുന്നത്. അത് വർണ്ണവിച്ഛേദമാണ്. സമൃദ്ധി. ഇപ്പോൾ സ് എന്ന് പറയുമ്പോൾ സ് ആ, മു എന്ന് പറയുമ്പോൾ മ ഇർ, ദി എന്ന് പറയുമ്പോൾ ദ് ദ ഇ. അപ്പോൾ അതുപോലെ അങ്ങ് വായിച്ച് നോക്കിയാൽ മതി. അതൊക്കെ നമുക്ക് എളുപ്പമാണ്.
दैनिक, श्रम, शीतलता, सम्राट, मृदु, अपना, माध्यम, क्रिया, दूरदर्शी, स्कूल, नेतृत्व, വർഷ, പ്രവൃത്തി. അടുത്ത വിശേഷണം ഒരു വിശേഷണവും വിഷയം. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് വിശേഷണം, രണ്ടാമത് വന്നിരിക്കുന്നത് വിഷയമാണ്. വഹ് വിദ്വാൻ വ്യക്തി ഹെ, അപ്പോൾ അതിൽ വിദ്വാനാണ് വിശേഷണം, വ്യക്തിയാണ് വിഷയം. യഹ് കിതാബ് അച്ചി ഹെ, നല്ല ബുക്കാണ്. അച്ചി കിതാബ്. തും ठंडा പാനി പിയോ, നിങ്ങൾ ചൂടുവെള്ളം കുടിക്കൂ, അല്ല തണുത്ത വെള്ളം കുടിക്കൂ. അപ്പോൾ തണുപ്പ്, പാനി ആണ് അവിടുത്തെ വിശേഷം. കമല ഹോഷിയാർ ലടുക്കി ഹെ, കമല സമർത്ഥയായ പെൺകുട്ടിയാണ്. അപ്പോൾ ഹോഷിയാറാണ് അവിടുത്തെ വിശേഷണം, ലടുക്കിയാണ് അവിടെ വിഷയം. ഗോപി ബലവാൻ ലടുക്ക ഹെ, ഗോപി ബലവാനായൊരു കുട്ടിയാണ്. അപ്പോൾ ബലവാനാണ് വിശേഷണം, ലടുക്കയാണ് വിഷയം. തോട ഘീ ലായാഹോ, അല്പം നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. തോട അത് വിശേഷണം, ഘീ ആണ് വിഷയം. ഉസേ ഗരം ചായ് ദോ, അവന് ചൂട് ചായ കൊടുക്കുക. അപ്പോൾ ഗരം ചായ്. ഉസ് ഘർ മേ ചാ ലടുക്കിയാ ഹെ, ഉസ് ഘർ മേ ചാർ ലടുക്കിയാ ഹെ. അപ്പോൾ ചാറാണ് വിശേഷണം, ലടുക്കിയാണ് വിഷയം. ആ വീട്ടിൽ 4 പെൺകുട്ടികളുണ്ട്. താലാബ് മേ സഫേദ് കമൽ ഹെ, കുളത്തിൽ വെള്ള താമരയുണ്ട്. മേം തോട പാനി ലായാഹു, ഞാൻ അല്പം വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ആകാശ് മേ ചമക്ത സൂരജ് ഹെ, ആകാശത്ത് മിന്നുന്ന സൂര്യനുണ്ട്. ഉസ്കെ 3 ലടുക്കെ ഹെ, അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ട്. വഹ് സഫേദ് ഹാത്തി ഹെ, അത് വെള്ള ആനയാണ്. ഉസ്കെ ഹാത്ത് മേ 2 ദർജൻ ചുഴിയ ഹെ, അവളുടെ കയ്യിൽ 2 ഡസൻ വളകളുണ്ട്. പാർക്ക് മേ രംഗ് പിരങ്ക് തിത്തിലിയ ഹെ, പാർക്കിൽ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളുണ്ട്. അപ്പോൾ വിശേഷം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ, വിഷയം എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് വിശേഷണം, വിഷയം. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. അടുത്ത 3ാമത്തെ പാർട്ടിൽ 9 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ നല്ല മാർക്ക് നേടാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ധന്യവാദം.